Can we crack NEET in just 6 months? Hello all, welcome back to my YouTube channel. This is Therese Matthew. Hi, I am a third year MBBS student in Trivandrum Medical College. So, എൻ്റെ DMയിലൊക്കെ കുറേ വന്നിട്ടുള്ള മെസ്സേജാണ്, ഇനി 6 മാസമേ ഉള്ളൂ, നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, എങ്ങനെ എന്തൊക്കെ ചെയ്താലാണ് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുക, ലാസ്റ്റ് മിനിറ്റ് സ്ട്രാറ്റജീസ് എങ്ങനെയാണ്, 6 മാസം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ ഹൗ ടു ക്രാക്ക് നീറ്റ് ഇൻ 6 months. ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ അഥവാ ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ കോച്ചിങ്ങിനുള്ള ക്ലാസ്സിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ലൈക്ക് ഒരു 1 to 1.5 months മുമ്പ് നിങ്ങളുടെ പോർഷൻസ് ഒക്കെ തീരുന്ന രീതിയിൽ. കാരണം ലാസ്റ്റ് 1 month നമുക്ക് ഫുള്ളായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം, ഫുൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ്. സോ അതിന് മുമ്പ് തീർക്കുന്ന രീതിയിൽ ചെയ്യുക. ഇനി 1 or 2 ഡ്രോപ്സ് എടുത്ത് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലെവൽ, നിങ്ങളിപ്പോൾ ഏത് ലെവലിലാണ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു ഫുൾ ടോപ്പിക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് എഴുതുക. 180 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ആ മോക്ക് ടെസ്റ്റ് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും എന്താണ് നിങ്ങൾക്ക് പ്രശ്നം പറ്റിയത്. നിങ്ങളുടെ സില്ലി മിസ്റ്റേക്സ് ആണോ, അതോ ടൈം മാനേജ്മെൻറ്റിനാണോ നിങ്ങൾക്ക് ഇഷ്യൂ വന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻസിൻ്റെ കോൺസെപ്റ്റിൻ്റെ പ്രശ്നമാണോ. അപ്പോൾ എന്താണ് മിസ്റ്റേക്ക് എന്ന് വന്നിട്ട് ആ ഒരു മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ 6 months റിവൈഷൻ, നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള കോൺസെപ്റ്റിൽ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, വീക്കായിട്ടുള്ള പോർഷൻസിൻ്റെ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്യുക. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. ഈ സ്റ്റഡി പ്ലാൻ്റെ ഓരോ ദിവസവും നമ്മൾ ഒരു 1 hour എങ്കിലും നമ്മൾ ഡെയിലി പഠിച്ച ടോപ്പിക് ഒന്ന് റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ യെസ്റ്റർഡേസ് ടോപ്പിക് റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം നൈറ്റ് ആണെങ്കിൽ അന്ന് പഠിച്ച ടോപ്പിക്കൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻഡ് ഓരോ നമ്മൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് അന്ന് തന്നെ ഒരു ഹാർഡ് ലെവൽ അല്ലെങ്കിൽ ഈസി ലെവൽ, അങ്ങനെ ഒരു 2 or 3 ലെവൽസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു പോകാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നീറ്റിന് വേണ്ടി ചെയ്യേണ്ട കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്യുക. അത് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അനലൈസ് ചെയ്യുക. നമുക്ക് ശരിയാണെങ്കിൽ ഓക്കെ, അഥവാ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് തെറ്റിയത്, നമ്മുടെ കോൺസെപ്റ്റിൻ്റെ പ്രശ്നമാണോ, അതോ ടൈം മാനേജ്മെൻറ്റിൽ എനിക്കൊരു ഇഷ്യൂ വന്നിട്ടുണ്ടോ, അങ്ങനെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഡെയിലി 1 hour നമ്മൾ റിവിഷൻ റൂൾ. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ 1 മണിക്കൂറെങ്കിലും റിവൈസ് ചെയ്യുക. അതിപ്പോൾ ഒന്നെങ്കിൽ ഫ്ലാഷ് കാർഡ് യൂസ് ചെയ്ത് റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് സമ്മറി നോട്ട്സ്, ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഫോർമുലാസൊക്കെ നമുക്ക് ഒരു ബുക്കിലേക്ക്, ഓരോ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ഒരു ബുക്കിനകത്തേക്ക് എഴുതിയിട്ട് നെക്സ്റ്റ് ഡേ നമുക്കത് റിവൈസ് ചെയ്യാവുന്നതാണ്. ബയോളജി ആണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, നമ്മൾ മറക്കുമെന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ എഴുതി വെക്കുക. ഇപ്പം കെമിസ്ട്രി ആണെങ്കിൽ ഓർഗാനിക്, ഇനോർഗാനിക്, അത് ഇനോർഗാനിക്കിൻ്റെ ഫോർമുലാസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമുക്ക് റിവൈസ് ചെയ്യാം. അതുപോലെ തന്നെ ബയോളജിയിലാണെങ്കിൽ ഡയഗ്രാംസിന് അടിയിലുള്ള ആ സബ് ടോപ്പിക്സ് ആയിട്ട് കൊടുത്തേക്കുന്നത് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ ജസ്റ്റ് പിക്ചേഴ്സൊക്കെ ഓർത്ത് വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിക്ചേഴ്സായിട്ട് നമ്മൾ പഠിക്കാനുള്ളത് റിവിഷൻ നോട്ടിൽ അല്ലെങ്കിൽ ഒരു ഷോർട്ട് നോട്ടായിട്ട് എഴുതുവാണെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടെ റിവൈസ് ചെയ്യുന്ന ടൈമിൽ യൂസ്ഫുൾ ആയിരിക്കും. എസ്പെഷ്യലി നമ്മളിപ്പോൾ റിവിഷൻ നോട്ട് പഠിക്കുന്നതിൻ്റെ കൂടെ തയ്യാറാക്കുകയാണെങ്കിൽ ലാസ്റ്റ് 1 month ആയിരിക്കും അത് നമുക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവുക. കാരണം ലാസ്റ്റ് 1 month എന്ന് പറയുമ്പോൾ നമുക്ക് പഠിച്ചതല്ല അതേ പിന്നെയും നമുക്ക് നോക്കാനുള്ള ഒരു ടൈം കിട്ടത്തില്ല. നമുക്ക് ഒന്നേന്ന് എല്ലാ ചാപ്റ്ററും ഫുള്ളായിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. ബയോളജി ആ ടൈമിൽ നമ്മൾ റിവൈസ് ചെയ്യണം. എന്നാലും ഫിസിക്സും കെമിസ്ട്രിയും നമുക്ക് ഒട്ടും നോക്കുന്നത് ഹെൽപ്ഫുൾ അല്ല. അപ്പം നമ്മൾ അതിന് പകരം ഈ ഷോർട്ട് നോട്ട് പോലെ അല്ലെങ്കിൽ ഫോർമുലാസ് ഒക്കെ എഴുതി വെക്കുവാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻസ് ലെവൽസ് ഓഫ് ഓരോ ലെവൽ, അതിൻ്റെ ഹാർഡ്നെസ്സിൻ്റെ ലെവൽ അനുസരിച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ലൈക്ക് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു ചാപ്റ്റർ തീർന്നു കഴിയുമ്പോൾ NCERTൻ്റെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തുടങ്ങുക. ദെൻ നമ്മളിപ്പം ഓരോ ഗൈഡ് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈൻ സോഴ്സിൽ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. മോഡറേറ്റ് ലെവൽ, ദെൻ ഈസി ലെവൽ, അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ ആദ്യത്തെ ഒരു 5 months മാത്രമേ നമുക്കിങ്ങനെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലാസ്റ്റ് 1 month എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ടോപ്പിക്ക് ചെയ്യേണ്ടി വരും. ആ ടൈമിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ടൈമിൽ തന്നെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലെവൽ അനുസരിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക.
ദെൻ ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കുക. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. കാരണം നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഓർമ്മയും ഉണ്ടാവത്തില്ല, ആരോഗ്യം നല്ലതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, നല്ല ഫുഡ് കഴിക്കുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക. അങ്ങനെ നമ്മുടെ ഹെൽത്ത് നമ്മൾ എന്തായാലും നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദെൻ സെവൻത് തിങ് എന്ന് പറയുന്നത് വീക്ക്ലി റീസെറ്റ്. അതായത് ഒരു സൺഡേ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. സൺഡേ നമ്മളിപ്പോൾ ഇത്രയും നാൾ പഠിച്ചത് എന്താണ് അതൊന്ന് റിവൈസ് ചെയ്യാൻ നോക്കുക. ദെൻ മോക്ക് ടെസ്റ്റ്, ഇത്രയും നാൾ പഠിച്ച മോക്ക് ടെസ്റ്റ് എന്തെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അത് ചെയ്തിട്ട് നിങ്ങളുടെ മിസ്റ്റേക്സ് അനലൈസ് ചെയ്യുക. പിന്നെ നിങ്ങളൊരു മിസ്റ്റേക്ക് ബുക്കും കൂടെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മൾ ചെയ്ത മിസ്റ്റേക്സ് ആ ബുക്കിനകത്ത് എഴുതിയിട്ട് എന്തുകൊണ്ടാണ് ആ മിസ്റ്റേക്ക് വന്നതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് എക്സാമിൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ബുക്കൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ അന്ന് മിസ്റ്റേക്ക് വന്നത്. സോ നിങ്ങൾ ആ മിസ്റ്റേക്ക് ഇനി ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ ഇടവരത്തില്ല. സോ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ബുക്കും കൂടെ നിങ്ങൾ ഒന്ന് കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഐ തിങ്ക് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആൻഡ് ഫോർ മോർ നീറ്റ് റിലേറ്റഡ് വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഷെയർ ദിസ് ടു യുവർ നീറ്റ് എഴുതാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.